ഹലോ, വെൽക്കം ബാക്ക് ടു ആൻലീൻസ് ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഇന്ന് സെക്കൻഡ് വീഡിയോ ആയിട്ട് വന്നേക്കാണ് 9ാം ക്ലാസ്സുകാരുടെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട്. ആ ഫസ്റ്റ് പാർട്ട് എവിടെ? നിങ്ങളെല്ലാവരും കണ്ടില്ലേ? ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയിട്ട് അത് കണ്ടതിന് ശേഷം ഇത് കാണാം, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ അത് പോയി കാണാം. അത് കണ്ട് പഠിച്ച് വന്നിട്ടുള്ളവർ വേഗം ഇത് ശ്രദ്ധിക്കുക. എന്നിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ റഫ് ബുക്കൊക്കെ എടുത്ത് വെക്കണം. റഫ് ബുക്ക് എടുത്തിട്ട് വേണം നിങ്ങൾ കൂടെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതി പഠിച്ച് പോയാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലേ പാലിയോലിത്തിക് ഏജിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നിർത്തിയായിരുന്നു. ഇവിടെ വെച്ച് നമ്മൾ നിർത്തിയത്. അത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് ബാക്കിയും കൂടെ നമുക്കിന്ന് തീർക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ പാലിയോലിത്തിക് ഏജ്, ആ പാലിയോലിത്തിക് എന്ന് പറഞ്ഞ വാക്ക് ഏത് ഭാഷയെന്നാണ് ഞാൻ പറഞ്ഞത്? നാലോചിച്ച് നോക്കി പഠിച്ചു വന്നതല്ലേ? ഗ്രീക്ക് അല്ലേ? ഗ്രീക്ക് ഭാഷയിലെ ഒരു വാക്കാണ് പാലിയോലിത്തിക്. ഓക്കെ, അത് 2 വാക്ക് കൂട്ടിച്ചേർത്താണ് പാലിയോലിത്തിക് എന്നിട്ടേക്കണേ. ഒന്നാമത്തെ വാക്ക് എന്താണ്? പാലിയോസ്, അതിൻ്റെ അർത്ഥം ഓൾഡ്, പഴയത്. ലിത്തോസ് എന്ന് വെച്ചാൽ കല്ല്. അപ്പോൾ ഈ പാലിയോയും ലിത്തോയും കൂടി ചേർന്നപ്പോൾ എന്ത് കിട്ടി നമുക്ക്? പാലിയോലിത്തിക് എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെയിം കിട്ടി അല്ലേ? അതെ. അപ്പം നമുക്ക് പാലിയോലിത്തിക് എവിടുന്നാണ് ഡിറൈവ്ഡ് എന്ന് വെച്ചാൽ നമ്മൾ എടുത്തിട്ടുള്ളത്? എവിടുന്നാണ് വന്നത്? ഗ്രീക്ക് വാക്കുകളാണ്. പാലിയോസ് എന്ന് വെച്ചാൽ ഓൾഡ്, ലിത്തോസ് എന്ന് വെച്ചാൽ സ്റ്റോൺ. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വന്ന കാര്യം നിങ്ങൾക്ക് അറിയാം. പിന്നെ ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൻറ്റൻസ് നമ്മൾ പഠിച്ചു. പാലിയോലിത്തിക് ഏജിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്താണെന്ന് ഞാൻ പറഞ്ഞത്? അവരെങ്ങനത്തെ ടൂൾസാണ് ഉപയോഗിച്ചിരുന്നേ? They use rough stone tools. റഫ് സ്റ്റോൺ ടൂൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? പോളിഷ് ഒന്നും ചെയ്യാത്ത കല്ലുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ടൂളുകൾ. ഓക്കെ, പോളിഷ് ഒന്നും ചെയ്യാത്ത കല്ലുകൊണ്ടുണ്ടാക്കിയുള്ള ടൂൾസാണ് ആരുപയോഗിച്ചിരുന്നത്? പാലിയോലിത്തിക് ഏജിലെ മനുഷ്യന്മാർ ഉപയോഗിച്ചിരുന്നത്. ഇത് ഞാൻ എപ്പോൾ ചോദിച്ചാലും പറയണേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് പാലിയോലിത്തിക് ഏജ് എന്ന്. അപ്പം അറിയില്ല എന്ന് പറയരുത്. എന്താണ്? വാട്ട് ഈസ് ദ മോസ്റ്റ് ഒന്നും വേണ്ട. വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് പാലിയോലിത്തിക് ഏജ്? അത് പറഞ്ഞറിയണം. എന്താണ്? ദേ യൂസ് റഫ് സ്റ്റോൺ ടൂൾസ്. ക്ലിയർ അല്ലേ? അപ്പം ഇതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്തിനാണ് അവർ ഇതേപോലത്തെ ടൂൾസ് ഉണ്ടാക്കിയിരുന്നത്? കാരണം അവർക്ക് ഓരോ ആവശ്യങ്ങളുണ്ടല്ലോ. നമ്മൾ പറഞ്ഞു അവർക്ക് അവരുടെ നിലനിൽപ്പിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ആവശ്യമാണ്? ഈ ടൂളുകൾ ആവശ്യമാണ് എന്ന് അവർക്ക് മനസ്സിലായി. അപ്പം അവരെ ഈ സ്റ്റോൺ ടൂൾസ് ഉപയോഗം, അവരുടെ ഈ ടൂൾസ് ഉപയോഗം ഓരോ സ്റ്റേജ് ആക്കിയിട്ട് ഇതിനെപ്പറ്റി പഠിച്ചപ്പം ആൾക്കാർക്ക് മനസ്സിലായി. ഓക്കെ, അപ്പം അങ്ങനെ ഇവർ ഈ സ്റ്റോൺ ടൂൾസിൻ്റെ ഉപയോഗം 3 സ്റ്റേജുകളാക്കി തരംതിരിച്ചു. ഓക്കെ, എത്ര സ്റ്റേജ് ആക്കി? 3 സ്റ്റേജ് ആക്കി. നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന്, അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതിനെ 3 സ്റ്റേജ് ആക്കി തരംതിരിച്ചു. കുഴപ്പമില്ലല്ലോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അത് ഏതൊക്കെ സ്റ്റേജ് ആണെന്നാണ്. ഒന്നാമത്തെ സ്റ്റേജിൻ്റെ പേരാണ്, കൂടെ പറയണം, യൂട്ടിലൈസേഷൻ. എന്താണ്? യൂട്ടിലൈസേഷൻ. ഒന്നാമത്തെ സ്റ്റേജിൻ്റെ പേരാണ് യൂട്ടിലൈസേഷൻ. റഫ് ബുക്കിൽ എഴുതുക. ഞാൻ അതെന്താന്ന് പിന്നെ പറയാം. ആദ്യം നമുക്ക് ഈ പേരുകളൊക്കെ പഠിക്കാം. രണ്ടാമത്തെ സ്റ്റേജിൻ്റെ പേരാണ് ഫാഷനിങ്. എന്താണ്? യെസ്, ഫാഷനിങ്. ഒന്നാമത്തെ എന്തായിരുന്നു? യൂട്ടിലൈസേഷൻ. രണ്ടാമത്തെ ഫാഷനിങ്. മൂന്നാമത്തെയാണ് സ്റ്റാൻഡേർഡൈസേഷൻ. കുറച്ച് വലിയ വാക്കാണ്, ഒന്നുമില്ല. സ്റ്റാൻഡേർഡ്, അത് നിങ്ങൾക്കറിയാം. സ്റ്റാൻഡേർഡൈസേഷൻ. ഇതിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞുതരാവേ. അപ്പം ആ 3 വാക്കുകൾ ഒന്നുകൂടെ പറയാം. യൂട്ടിലൈസേഷൻ, ഫാഷനിങ്, സ്റ്റാൻഡേർഡൈസേഷൻ. അപ്പോൾ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ആ 3 വാക്കുകൾ ആദ്യം പഠിക്കുക. സ്പെല്ലിങ്ങും കാര്യങ്ങളൊന്നും തെറ്റിക്കരുത്. അതിനുശേഷം നമുക്ക് ഇത് പഠിക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾ സ്വയം പഠിച്ചതിന് ശേഷം മാത്രമേ വീഡിയോ കണ്ടാലും മതി, കേട്ടില്ലേ? ഓക്കെ, ഇനി നമ്മൾ ഓരോന്നിൻ്റെയും അർത്ഥം പറഞ്ഞുതരാൻ പോവാണ്. ഒന്നാമത്തെ എന്താണ്? യൂട്ടിലൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് വിത്തൗട്ട് ചേഞ്ചിങ് ദെയർ ഷേപ്പ്. ഇപ്പോൾ ഒരു പ്രിമിറ്റീവ് ഹ്യൂമൻ ഞാനാണെന്ന് വിചാരിച്ചോ. ഞാൻ അങ്ങനെ നടന്ന് പോകുമ്പോൾ എനിക്ക് എൻ്റെ മുൻപിൽ ഒരു കരടി. അപ്പോൾ എനിക്ക് ആ കരടീനെ ഓടിക്കണം. ഓടിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ മുൻപിൽ ഒരു കല്ല് കിടക്കുന്നുണ്ട്. ആ കല്ലെടുത്ത് ഞാൻ എറിഞ്ഞു.
അത്രയേ ഉള്ളൂ. ഞാൻ പ്രത്യേകിച്ച് ആ കല്ലിൻ്റെ ഭംഗിയോ രൂപമോ അതിൻ്റെ ഷേപ്പോ ഒന്നും മാറ്റാൻ പോയില്ല. എനിക്ക് രക്ഷപ്പെടണം, അപ്പം ഞാൻ നിലത്ത് കിടന്ന കല്ലെടുത്ത് എറിഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സ്റ്റോണുകൾ അതിൻ്റെ ഷേപ്പ് ഒന്നും മാറ്റാണ്ട് ഉപയോഗിക്കുന്ന മെത്തേഡിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ മാർഗത്തിനെ പറയുന്ന പേരാണ് എന്ത്? യൂട്ടിലൈസേഷൻ. സിമ്പിൾ അല്ലേ? വലിയ പേരാണെങ്കിലും സംഭവം സിമ്പിൾ അല്ലേ? യെസ്. രണ്ടാമത്തെയാണ് ഫാഷനിങ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലേ? പക്ഷെ വായിക്കാം. ദ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് ബൈ ചേഞ്ചിങ് ദ ഷേപ്പ് അക്കോർഡിംഗ് ടു ദ നീഡ്. അപ്പം ഞാൻ നേരത്തെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണ്. ഞാൻ നടന്ന് പോകുമ്പോൾ പെട്ടെന്ന് എൻ്റെ മുമ്പിൽ ഒരു കരടി. അപ്പം ഞാൻ എൻ്റെ മുമ്പിൽ കിടക്കുന്ന സ്റ്റോൺ എടുത്തിട്ട്, കല്ലെടുത്തിട്ട് ഞാൻ അതിൻ്റെ ഷേപ്പ് മാറ്റി ഒരു കുന്തത്തിൻ്റെ ഷേപ്പാക്കി, അങ്ങനെ നല്ല നീഡിൽ പോലെ നിൽക്കുന്ന ഷേപ്പൊക്കെ ഇരുന്ന് ആക്കിയതിന് ശേഷം മാത്രം ഞാൻ ആ കരടീനെ ഒരൊറ്റ ഏറ്. അപ്പം അങ്ങനെ ഞാൻ ഫാഷനൊക്കെ ചെയ്ത് കല്ലിൻ്റെ രൂപം മാറ്റിയെടുത്ത് ഞാൻ എറിയുന്ന ആ മെത്തേഡിന് പറയുന്ന പേരാണ്, ആ മാർഗത്തിന് പറയുന്ന പേരാണ് എന്ത്? ഫാഷനിങ്. അപ്പം അതും സിമ്പിളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം യൂട്ടിലൈസേഷൻ പഠിച്ചു, ഫാഷനിങ് പഠിച്ചു. മൂന്നാമത്തെയാണ് എന്ത്? സ്റ്റാൻഡേർഡൈസേഷൻ. എ മെത്തേഡ് ഓഫ് മേക്കിംഗ് സ്പെസിഫിക് ടൂൾസ് ഫോർ ഈച്ച് പർപ്പസ്. അപ്പം വീണ്ടും ഞാൻ അതേ എക്സാമ്പിൾ എടുക്കുകയാണ്. ഇപ്പം ഞാനിപ്പോൾ വീട്ടിലാണ് ഇരിക്കുന്നത് കേട്ടോ. വീട്ടിൽ വെച്ചാൽ പണ്ട് കാലത്ത് എനിക്കൊരു ഗുഹ സ്വന്തമായിട്ടുണ്ട്. അപ്പം ഞാൻ ഗുഹയിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്, അയ്യോ ഞാനെങ്ങാനും പുറത്തേക്ക് പോകുമ്പോൾ ആ കരടി വീണ്ടും വരും. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് ഈ കല്ല് കൊണ്ടൊക്കെ എടുത്തിട്ട് ഞാൻ കുറച്ച് കുന്തം ഉണ്ടാക്കി വെക്കാം എന്ന് ഞാൻ മനസ്സിലിരുന്ന് വിചാരിച്ച് ഞാൻ ആ ഗുഹയിലിരുന്ന് കുറച്ച് കുന്തം ഉണ്ടാക്കി വെച്ചു കല്ലുകൊണ്ട്. ഇനി എനിക്ക് പുറത്തേക്ക് പോകുമ്പോൾ ആ കരടീനെ കണ്ടെറിയാലോ. അതിനെയാണ് ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേക ടൂൾ ഉണ്ടാക്കി വെച്ചു. അതിനെ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡൈസേഷൻ. മനസ്സിലായില്ലേ? അപ്പം എനിക്ക് അതേ ആവശ്യം വന്നാൽ വേറെ കല്ല് തപ്പാൻ നിൽക്കണ്ട. മനസ്സിലായില്ലേ? ഓൾറെഡി ഒരു ടൂള് ഞാൻ അതിന് വേണ്ടി സെപ്പറേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് 3 സ്റ്റേജുകൾ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും വീഡിയോ ബാക്കിലേക്ക് ആക്കിയിട്ട് ആദ്യം ഞാൻ ഉണ്ടാക്കിയ എക്സാമ്പിൾ കേൾക്കുക, അപ്പോൾ മനസ്സിലാവും. ഓക്കെ അല്ലേ? അപ്പം ഞാൻ വീണ്ടും അതിനി പറഞ്ഞ് ബോറടിപ്പിക്കില്ല. എല്ലാവരും ഇത് പഠിച്ചതിന് ശേഷം മാത്രം ബാക്കി കണ്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ വീഡിയോ കണ്ടുപോയി അതവിടെ കിടക്കും. ഓക്കെ അല്ലേ? ഇനി ഞാൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതേപോലെ പിക്ക് കാണിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിൽ നിങ്ങൾ കാണുന്നത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള സംഭവമാണ് പെബിൾ ടൂൾസ് അല്ലേ? അത് തന്നെയാണ് ഇത്. ഈ പിക്കിൽ നിങ്ങൾ കാണുന്നതാണ് ഇതെല്ലാം പെബിൾ ടൂൾസ് ആണ്. ഓക്കെ. അടുത്തതാണ് ബൈ ഫേസ് കോർ ടൂൾസും ഇത് ഫ്ലേക്ക് ടൂളുമാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല, പക്ഷെ നിങ്ങൾ ജസ്റ്റ് എക്സാമ്പിൾസ് മനസ്സിലാക്കി വെച്ചാലും മതി. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ച ടൂളിൻ്റെ പേരെന്താണ്? പെബിൾ ടൂള്. പിന്നെ പഠിച്ചത് ബൈ ഫേസ് കോർ ടൂൾസ്, ഫ്ലേക്ക് ടൂൾസ്. ഇതിൻ്റെ പ്രത്യേകതയുണ്ട്. നമ്മളൊരു കല്ലെടുത്തു കേട്ടോ. ആ കല്ലെടുത്ത് ഞാനത് പൊട്ടിച്ചപ്പോൾ എനിക്കൊരു ചെറിയ ഭാഗം കിട്ടിയെന്ന് വിചാരിക്കുക, വലിയ ഭാഗം കിട്ടിയെന്ന് വിചാരിക്കുക. ആ വലിയ ഭാഗം കൊണ്ട് ഉണ്ടാക്കിയതിന് പേരാണ് ബൈ ഫേസും, ചെറിയ ഭാഗമുള്ള കല്ല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആയുധത്തിൻ്റെ പേരാണ് ഫ്ലേക്ക് ടൂൾസ്. ഒന്നുകൂടെ പറയണോ? ഓക്കെ. എൻ്റെ കയ്യിലൊരു കല്ലുണ്ട്. ആ കല്ല് ഞാൻ പൊട്ടിച്ചപ്പോൾ എൻ്റെ കയ്യിൽ ഒരേപോലെ പൊട്ടിയിട്ട് വരുമൊന്നുമില്ല അല്ലേ? ഒരെണ്ണം വലിയ പീസ് ഉണ്ടാവും, ഒരെണ്ണം ചെറിയ പീസ് ഉണ്ടാവും. ആ ചെറിയ പീസ് കൊണ്ട് ഞാനൊരു ടൂൾ ഉണ്ടാക്കി. അതാണ് ഫ്ലേക്ക് ടൂൾസ്. എന്താണ്? ഫ്ലേക്ക് ടൂൾസ്. ആ വലിയ ഭാഗം കൊണ്ട് ഉണ്ടാക്കിയ ടൂളിൻ്റെ പേരാണ് ബൈ ഫേസ് കോർ ടൂൾസ്. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ അടുത്ത പേജിലും അതിനെപ്പറ്റി പറയുന്നുണ്ട്, നമുക്കത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഈ ഒരു നീല ബോക്സിൽ കണ്ടോ? ഇവിടെ പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ സെയിം സംഭവമാണ്. കോർ ആൻഡ് ഫ്ലേക്സ്. വെൻ എ പീസ് ഓഫ് സ്റ്റോൺ ഈസ് ബ്രോക്കൺ ഇൻ ടു 2 or more പീസസ്. ഒരു കല്ല് ഞാനത് പൊട്ടിച്ച് രണ്ടതിൽ അധികമോ പീസാക്കി മാറ്റുകയാണ്. അതിലെ വലിയ പീസിനെയാണ് എന്ത് പറയുന്നത്? കോർ എന്നും കുഞ്ഞു കുഞ്ഞു പീസുകളെയാണ് ഫ്ലേക്സ് എന്ന് പറയാം. എന്താ പറഞ്ഞത്? ഞാനൊരു വലിയ കല്ലെടുത്തു. ആ കല്ലെടുത്ത് പൊട്ടിച്ചു. ആ പൊട്ടിച്ചപ്പോൾ എനിക്ക് കുറേ പീസസ് ആയെന്ന് വിചാരിക്കും. അതിലെ ഏറ്റവും വലിയ പീസാണ് എന്ത്? കോർ. പിന്നെ അതിൽ കുഞ്ഞു കുഞ്ഞു പീസുകൾ ഉണ്ടാവില്ലേ? അതിനെ പറയുന്ന പേരാണ് എന്ത്? ഫ്ലേക്സ്. ക്ലിയർ? ഓക്കെ.
ഞാൻ ആ വലിയ പീസായിട്ടുള്ള കോറിൽ നിന്ന് ഒരു ടൂൾ ഉണ്ടാക്കി. അതിന് പറയുന്ന പേരാണ് കോർ ടൂൾസ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഫ്ലേക്ക് കൊണ്ട് ഉണ്ടാക്കിയ ടൂളിന് എന്താ പറയുക? ഫ്ലേക്ക് ടൂൾസ്. സിമ്പിൾ. പിന്നെ അതേപോലെ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം. പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് കണ്ടില്ലേ, നീഡിൽ പോലെ ടൂൾ ഉണ്ടാക്കിക്കുക, അത്രയേ ഉള്ളൂ അത്. പിന്നെ കണ്ട, പിന്നെ അവർ ഇതേപോലെ സ്റ്റോൺ തന്നെയാണ് ഇത് മൊത്തം. ഇതൊക്കെ സ്റ്റോൺസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഈ ഒരു അമ്പും വില്ലും മോഡൽ, കുന്തം മോഡൽ, അങ്ങനെയൊക്കെ കുറച്ച് മോഡലിൽ അവരുണ്ടാക്കി തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്ന് ഏതൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇന്നത്തെ കാലത്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സിമിലാരിറ്റി തോന്നുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് ചെയ്താണ് പറയുന്നത്. അപ്പം ഞാൻ തന്നെ പറഞ്ഞതിൻ്റെ ആൻസേഴ്സൊക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് പഠിക്കാം. അപ്പോൾ നേരത്തെ പഠിച്ചത് ഞാൻ പറഞ്ഞു ഓൾറെഡി അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇനിയുള്ളത് ഇച്ചിരി നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. സംഭവം സിമ്പിളാണ്. നമ്മളൊരു ടൂറ് പോകാൻ പോവാണ്. റെഡിയാണോ? യെസ്, നമ്മളൊരു ടൂറ് പോകാൻ പോവാണ്. നമ്മൾ ഈ കുഞ്ഞു അടുത്തുള്ള സ്ഥലത്തേക്കൊന്നല്ല പോകണം. നമ്മൾ കുറച്ച് ഫ്രാൻസിലോട്ടും റഷ്യയിലോട്ടും പിന്നെ കുറച്ച് സ്പെയിനിലോട്ടൊക്കെയാണ് പോണത്. എവിടേക്കൊക്കെ പോണേ? നമ്മൾ 3 സ്ഥലത്തേക്കാണ് പോണത്. ഫ്രാൻസിക്ക് പോവും, റഷ്യക്ക് പോവും, സ്പെയിനിക്ക് പോവും. ക്ലിയർ? നമുക്ക് ആദ്യം സ്പെയിനിക്ക് പോവാം. ഓക്കെ, സ്പെയിനിലോട്ട് പോയപ്പം അവിടെ ഒരു ഗുഹയുണ്ട്. ഗുഹയുടെ പേരെന്താണെന്നറിയോ? ലാ ഗർമ ഗുഹ. ഗുഹയ്ക്കൊരു പേരുണ്ട്, ലാ ഗർമ കേവ്. ആ കേവുമ്മയ്ക്ക് പോയപ്പോൾ, കേവിൻ്റെ അകത്തോട്ട് നമ്മളെല്ലാവരും പോയപ്പോൾ നിങ്ങൾ എന്താ കണ്ടേ അവിടെ? ശരിക്കും നോക്കിയേ. എന്താ നിങ്ങൾക്ക് സ്പെയിനിലെ ലാ ഗർമ കേവിൽ എന്താ കാണുന്നത്? അവിടെ കുറേ ഇത് കണ്ട, ഓരോ സ്റ്റോണുമൊക്കെ എന്തൊക്കെയോ കൊത്തിയൊക്കെ വെച്ചിരിക്കുന്നു അല്ലേ? അതാ നമ്മൾ കണ്ടത്. സ്റ്റോണുമല്ല അത്. അതെന്താണ്? എല്ലുകളാണ്, ബോൺസാണത്. അപ്പം നമ്മൾ ആദ്യം പോയ സ്ഥലം ഏതാണ്? സ്പെയിനാണ്. സ്പെയിനിൽ എങ്ങടാ പോയത്? നമ്മൾ ലാ ഗർമ കേവിലോട്ടാണ് പോയത്. പോയപ്പം നമ്മൾ ആദ്യം എന്ത് കണ്ടു? അവിടെ കുറേ എല്ലുമ്മയൊക്കെ പണ്ടത്തെ മനുഷ്യന്മാർ കൊത്തി വെച്ചിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ആ ഗുഹയിൽ കണ്ടില്ലേ? അപ്പം നമ്മൾ സ്പെയിനിൽ നിന്നൊക്കെ പോന്നില്ലേ? യെസ്. ഇനി നമ്മൾ അടുത്തത് പോകാൻ പോകുന്ന സ്ഥലമാണ് റഷ്യ പോകാൻ പോവാണ്. സ്പെയിനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? സ്പെയിനിൽ നമ്മൾ കണ്ട ഗുഹയുടെ പേരെന്താ? ലാ ഗർമ കേവ്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് റഷ്യക്കാന്ന് ഞാൻ പറഞ്ഞു. റഷ്യയിലെ സാറായിസ്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. എവിടേക്കാണ് പോണേ? റഷ്യയിലെ അത് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടില്ലേ? അത് നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് സ്പെല്ലിങ് സാറ എന്ന് കേട്ടാൽ അപ്പം മനസ്സിലാവണം, ഇത് റഷ്യയിലെ ഒരു സ്ഥലമാണ്, ഞാൻ പോയതാണ്. സാറാന്നെങ്കിലും കേട്ടാൽ മനസ്സിലാവണം. മാച്ച് ദ ഫോളോയിങ് ഒക്കെ വന്നാൽ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അവിടെ നമ്മൾ പോയപ്പം നമ്മളൊരു സംഭവം കണ്ടു. അതെന്താണ്? ആനക്കൊമ്പില്ലേ? യെസ്. അതുമ്മേ എന്തൊക്കെയോ ചെയ്ത് ഒരു സ്കൾപ്ചർ, ഒരു പ്രതിമ പോലെ. ഓക്കെ, അതാണ് ഐവറി സ്കൾപ്ചർ. അത് നമ്മൾ എവിടെയാണ് കണ്ടത്? സ്പെയിനിലാണോ? അല്ല, സ്പെയിൻ നമ്മൾ ആദ്യം പോയ സ്ഥലമല്ലേ. അവിടെ നമ്മൾ എന്താ കണ്ടത്? എന്തൊക്കെയോ എല്ലുമ്മയൊക്കെ എന്തൊക്കെയോ കുറിച്ച് വെച്ചേക്കാം അല്ലേ? യെസ്. പിന്നെ നമ്മൾ പോയത് റഷ്യയാണ്. റഷ്യയിലെ സാറായിസ്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അവിടെ നമ്മൾ ആനക്കൊമ്പും ഒരു സ്കൾപ്ചറൊക്കെ കണ്ടു. ഓക്കെ, നമ്മൾ 2 സ്ഥലത്തേക്ക് പോയി. ഇനി നമുക്ക് ഒരു സ്ഥലത്തേക്ക് കൂടെ പോകണം. അതാണ് ഫ്രാൻസ്. ഫ്രാൻസിൽ പോയാൽ നമുക്ക് 3 സംഭവങ്ങൾ, 3 കേവ് ഉണ്ട്. ആ 3 കേവിലേക്ക് നമുക്ക് പോവാം. ഒന്നാമത്തെയാണ് ഷോവെറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഗുഹയുണ്ട്. ആ ഗുഹയ്ക്ക് പോയപ്പോൾ കണ്ടുവോ? ഒരുപാട് പെയിൻറ്റിങ്സ്, കേവിൻ്റെ അകത്ത് ഒരുപാട് പെയിൻറ്റിങ്സ് കണ്ടു. അതെന്താണ്? ഒരു മൃഗം അല്ലേ? യെസ്. പിന്നെ അടുത്തത്, ഇതൊക്കെ ഫ്രാൻസിലെ സ്ഥലമാണ്. അത് ഞാൻ 3 എണ്ണം, ഇതും ഫ്രാൻസിൽ തന്നെയാണ്. അപ്പോൾ ഇത് ഫ്രാൻസിലെ ഷോവെറ്റ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇത് ഫ്രാൻസിലെ ലാസ്കോക്സ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇത് ഫ്രാൻസിലെ കുസാക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ സ്ഥലപ്പേരൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അത് നിങ്ങൾക്ക് മാത്രമല്ല അങ്ങനെ. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം റഫ് ബുക്കിൽ എഴുതി വെക്കണം. വെച്ച്
മെല്ലെ മെല്ലെ എല്ലാ ദിവസവും വായിച്ച് പഠിച്ചാൽ കിട്ടും. സ്ഥലപ്പേരല്ല, ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചാലും മതി. ഇതെന്താണ്? ചോവറ്റ്. ഫ്രാൻസിലെ ചോവറ്റിൽ നമ്മൾ കേവ് പെയിൻറ്റിങ്സ് കണ്ടു. ഫ്രാൻസിലെ ലാസ്കോക്സിലും നമ്മൾ എന്ത് കണ്ടു? കേവ് പെയിൻറ്റിങ്സ് കണ്ടു. ഫ്രാൻസിലെ കുസാക്കിലും നമ്മൾ എന്ത് കണ്ടു? പെയിൻറ്റിങ്സും അതുപോലെ അവിടെ കൊത്തി വെച്ചേക്കാണ് ഗുഹയുടെ അകത്ത്. ഓക്കെ, അതും നമ്മൾ കണ്ടു. ഇനി ഞാൻ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിക്കാം. അവരതന്നെ എടുത്ത് എഴുതിയിട്ടുണ്ട് താഴെ. ഓക്കെ, വായിച്ചാലോ? അപ്പോൾ ഇതിൽ നമ്മൾ ഈ പഠിച്ച സംഭവങ്ങൾ തന്നെയാണ് ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്, പ്രത്യേകിച്ച് വേറൊന്നുമില്ല. അപ്പോൾ അവരെന്തിനാണ് ഇതേപോലെ പിക്ചേഴ്സ് വരച്ചിരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. പണ്ട് ഇങ്ങനെ ഭാഷകളൊന്നുമില്ലല്ലോ, സംസാരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭാഷയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഇപ്പം ഞാനൊരു മൃഗത്തിനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഞാനത് വരച്ച് കാണിച്ചു കൊടുക്കുന്നത് ഇതേപോലത്തെ മൃഗമാണ് എന്ന് പറഞ്ഞ് വരച്ച് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അതൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു മീഡിയം കൂടിയായിട്ട് ഈ ഡ്രോയിങ്സ് എല്ലാം മാറിയിരുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ പറയുന്ന ഒരു കാര്യം. പിന്നെ എന്തൊക്കെ നമ്മൾ കണ്ടു എന്ന് വീണ്ടും പറയാണ്. എന്താണ്? ആർക്കിയോളജിസ്റ്റ് ആർ ദ ഒപ്പീനിയൻ ദാറ്റ് ദ ഡെപ്പിക്ഷൻ ഓഫ് ആനിമൽസ്, അല്ലേ? ആനിമൽസിൻ്റെ പിക്ചേഴ്സിൽ നമ്മളിവിടെ കണ്ടത്. ആനിമൽസിൻ്റെ പിക്ചേഴ്സ് നമ്മൾ എവിടെ കണ്ടു? ചോവറ്റിലും ലാസ്കോസ് കേവ്സിലും കണ്ടു. ചോവറ്റിലെ ഗുഹയിലും ലാസ്കോക്സിലെ ഗുഹയിലും നമ്മൾ എന്താണ് കണ്ടത്? ആനിമൽസിൻ്റെ പിക്ചേഴ്സാണ് കണ്ടത്. ഓക്കെ, യെസ്. അതേപോലെ കാർഡ് ഫിഗേഴ്സ്, കാർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊത്തിയെടുത്ത രൂപങ്ങൾ, എന്ത്? ആനിമൽസിൻ്റെയും അതുപോലെ തന്നെ ഒരു വുമൻ കണ്ടുവോ? ഇതൊരു പെണ്ണിൻ്റെ ബോഡി പോലെ തന്നെ ഇല്ലേ? യെസ്. അപ്പോൾ ഇത് ഇവിടെ ഈ ഗുഹയമ കൊത്തിയെടുത്തേക്കാണ്, വരച്ചേക്കല്ല, ജസ്റ്റ് ഒന്നിങ്ങനെ കൊത്തി ഒരു രൂപമാക്കിയേക്കാം. അപ്പം ഇതെവിടെ നമ്മൾ കണ്ടത്? ഇതൊരു ആനിമലാണ്. അപ്പം ഈ രണ്ട് പിക്ചേഴ്സ് നമ്മൾ കണ്ടത് എവിടെയാണ്? ഫ്രാൻസിലെ കുസാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഫിഗേഴ്സ് കണ്ടത്. അപ്പം അതിവിടെ എടുത്ത് പറഞ്ഞു എന്നുള്ളൂ. അടുത്തത് പറയുന്നത് റഷ്യയിലെ കാര്യം. നമ്മൾ റഷ്യയിൽ കണ്ടില്ലേ ഒരു പ്രതിമ പോലോ എന്തോ. പക്ഷെ അതെന്താണെന്നാ പറയുന്നത്? അത് അവിടുത്തെ ഓരോ ആചാരങ്ങളുടെയും അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിൻ്റെ എന്തോ ഒരു ഭാഗമായിട്ട് അവരുണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പ്രതിമയാണ് ഈ കാണുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ പേരും സ്ഥലവും ഒന്നും ഓർമ്മിച്ചിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, അല്ലാണ്ട് കാണാപ്പാടം കഷ്ടപ്പെട്ട് പഠിക്കണ്ട. പക്ഷെ എനിവേ നിങ്ങൾ മെല്ലെ മെല്ലെ ഇത് പഠിച്ചോളൂ കേട്ടോ, പേടിക്കണ്ട, പേരൊന്നും കേട്ട് പേടിക്കണ്ട. അടുത്തതാണ് നമ്മൾ ഓൾറെഡി പഠിച്ച സംഭവം തന്നെയാണ്. ഇതെന്താന്ന് ഞാൻ പറഞ്ഞേ? ഓരോ ഇല്ലുകൾ അല്ലേ? ഓരോ ഇല്ലുമൊക്കെ അവരെന്ത് ചെയ്യും? ഇതേപോലെ കൊത്തി വെച്ച് എന്തെങ്കിലുമൊക്കെ സംഭവമൊക്കെ ഉണ്ടാക്കും. അത് നമ്മൾ എവിടെയാണ് കണ്ടത്? ലാ ഗർമ കേവ്. എവിടെ? സ്പെയിനിലുള്ള ലാ ഗർമ കേവിലാണ് നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയത്. അപ്പം ഇതെല്ലാതും എന്തിനുള്ള തെളിവുകളാണ്? ഹ്യൂമൻസിൻ്റെ ആർട്ടിസ്റ്റിക് സ്കിൽസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ആ സമയത്തും അവർക്ക് കലാപരമായ വാസനകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലായത് ഈ തെളിവുകൾ കിട്ടിയപ്പോഴാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ചാപ്റ്റർ നല്ല സിമ്പിളാണ്, ഇതേപോലെ കഥ പോലെ പഠിച്ചാൽ. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു, ഈ സന്തോഷമായി. അപ്പോൾ ഈ വീഡിയോ ഇതേപോലെ വെറുതെ കണ്ടിരിക്കില്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ സ്ഥലപ്പേരും ഒക്കെ നമ്മുടെ റഫ് ബുക്കിൽ എഴുതി പഠിച്ചതിന് ശേഷം ബാക്കി കാണാം. പഠിക്കാണ്ട് രക്ഷയില്ല, മനസ്സിലായോ? സോഷ്യലാണ് ഇപ്പോഴേ നല്ല രീതിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്തത് വായിക്കാം. വാരിയസ് കളേഴ്സ് വെർ യൂസ് ടു ഡ്രോ ദ കേവ് പെയിൻറ്റിങ്സ്. അപ്പോൾ ഈ കേവ് പെയിൻറ്റിങ്സ് വരയ്ക്കാനായിട്ട് എന്തുണ്ടായിരുന്നു? ഒരുപാട് കളേഴ്സ് അവർ യൂസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പം അന്ന് ഇതേപോലെ സ്കെച്ചും കളർ പെയിൻറ്റിങ്സും ഒക്കെ ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പം എങ്ങനെയാണ് അവർ വരച്ചിരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പ്ലാന്റ്സിനെ എന്ത് ചെയ്യും? ഇങ്ങനെ പ്ലാന്റ്സിനെ പിഴിഞ്ഞ് അതിന്ന് നീരെടുത്തിട്ടാണ് അവർ കളർ ചെയ്തിരുന്നത്. പ്ലാന്റ്സിനെയും അതുപോലെ തന്നെ മരത്തിൻ്റെ ചില്ലകളേനെയും ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ റെഡ് സ്റ്റോൺ പൗഡർ, ചുവന്ന കല്ല് കണ്ടിട്ടില്ലേ? ആ ചുവന്ന കല്ല് മിക്സ് ചെയ്ത് പൊടിച്ച് അങ്ങനെയൊക്കെ അതിന്ന് ഓരോ കളേഴ്സ്
ഇതേപോലെയുള്ള എല്ലാ സംഭവത്തിനും എടുത്തിട്ടാണ് എന്ത് ചെയ്തിരുന്നത് അവര് ഇവര് വരച്ചിട്ടുള്ള കേവ് പെയിന്റിങ്സിന് കളർ കൊടുത്തിരുന്നത്. Such pictures were drawn on the inner walls of the caves where sunlight could not reach. ഇവരെവിടെയത് വരച്ചിരുന്നത് ഞാൻ പറഞ്ഞത്? കേവ്സ്, ഗുഹകളിലാണല്ലേ. അവർ നിന്നിരുന്ന ഗുഹകളുടെ അകത്തെ ചുമരമ്മയാണ്. അവിടെ എന്ത് സൂര്യപ്രകാശമൊന്നും കിട്ടാത്ത സ്ഥലത്താണ് ഇവര് പെയിന്റിങ്സ് വരച്ചിരുന്നത്. These stone carvings were made using stone needles and sharp-edged weapons. അപ്പോൾ അവർ ഇതേപോലെ ഇവിടെ കാണിച്ചു തരാം ഞാൻ. ഇങ്ങനെ ഗുഹയുടെ വാൾസ്, ചുമരുമ്മ ഇങ്ങനെ കൊത്തിയെടുക്കണമെങ്കിൽ എന്തുണ്ടാവണം? സൂചി പോലത്തെ എന്തെങ്കിലും സംഭവം വേണ്ടി വരില്ലേ? അപ്പൊ അവരുടെ കയ്യിൽ എന്തുണ്ട്? സ്റ്റോൺ നീഡിൽസ് ഉണ്ട്. കണ്ടില്ലേ? സ്റ്റോൺ നീഡിൽസ് ഉണ്ട്. അതുകൊണ്ട് അവരിങ്ങനെ ചുമര് കൊത്തിയിട്ടാണ് ഈ സംഭവം ഇങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന്. അത്രയുള്ളൂ. അതാണ് ആ സെന്റൻസിൽ പറയുന്നത്. ഷാർപ്പ് എഡ്ജുള്ള എന്തെങ്കിലും വെപ്പൺ, ആയുധം ഉപയോഗിച്ചായിരിക്കും എന്നല്ല, ആണ് അവര് ആ പറഞ്ഞ സ്റ്റോൺ കാർവിങ്സ്. കാർവിങ്സ് എന്ന് വെച്ചാൽ എന്താണ്? എന്താ കൊത്തിയെടുക്കുക അല്ലെ? അത് ഇങ്ങനെ എന്താ പറയാ, സ്റ്റോൺ കാർവിങ്സുകൾ ഓരോന്നും അവരുണ്ടാക്കിയിരുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറയാം. പെയിന്റിങ്സ് ക്യാൻ ഓൾസോ ബി സീൻ ഓൺ ദി സീലിംഗ്സ് ഓഫ് ദി കേവ്. കേവിന്റെ സീലിംഗ്സ്, മുകളിലെ ഭാഗമില്ലേ, ആ ഗുഹയുടെ മുകളിലെ ഭാഗത്തും എന്ത് നമുക്ക് കാണാൻ പറ്റിയിരുന്നു? ഈ പറഞ്ഞ പെയിന്റിങ്സ് കാണാൻ പറ്റിയിരുന്നു. Such pictures and sculptures are considered to be evidence of the intellectual and technical skill attained by primitive humans. അപ്പോൾ ലാസ്റ്റ് സെന്റൻസിൽ പറയുന്നത് ഇതെല്ലാം ആദിമ മനുഷ്യന്റെ ഇന്റലിജൻസിനും അതുപോലെ തന്നെ ഓരോ വാസനകൾക്കും എവിഡൻസ് ആണ്. എവിഡൻസ് എന്ന് വെച്ചാൽ തെളിവ്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും. We know that the evidence of the intellectual and technical skills attained by primitive humans was pictures and sculptures. Explain. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ഈ ലാസ്റ്റ് സെന്റൻസ് ക്വസ്റ്റ്യൻ ആയി ചോദിക്കും. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ എന്താ എഴുതും? ഇപ്പൊ പഠിച്ച എല്ലാ കാര്യങ്ങളും എഴുതാം. ഇതും എഴുതാം. അതുപോലെ തന്നെ എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ നേരത്തെ പഠിച്ച ഇതും എഴുതി നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാനായിട്ട് പറ്റും. അപ്പൊ അതിനെ എന്തറിയണം? പഠിക്കണം. ഓക്കെ, ഈ സംഭവം എല്ലാം പഠിക്കണേ. അവരെങ്ങനെയാണ്, ഇത് സിമ്പിൾ അല്ലേ? ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരണോ? കേവ് പെയിന്റിങ്സ് അവരെങ്ങനെ വരച്ചു നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെ വരച്ചത്? കേവ് പെയിന്റിങ്സ് അവര് കേവിന്റെ വാൾസമ്മയാണ് വരച്ചിരുന്നത്. ഓക്കെ, വാരിയസ് കളേഴ്സ് അവർ യൂസ് ചെയ്തിരുന്നു വരയ്ക്കാൻ വേണ്ടിയിട്ട്. ആ കളേഴ്സ് അവർക്ക് എവിടെ നിന്ന് കിട്ടി? എന്നിട്ട് എന്ത് ചെയ്യണം? പിന്നെ അതുപോലെ തന്നെ എവിടെയാണ് അവർ വരച്ചത്? എവിടെ വരച്ചത് ഞാൻ പറഞ്ഞ കേവ്സിന്റെ ഇന്നർ വാൾസമ്മയും ഒക്കെയാണ് അവർ വരച്ചിരുന്നത്. സൂര്യപ്രകാശം കിട്ടാത്ത സ്ഥലത്താണ് വരച്ചിരുന്നത്. പിന്നെന്താണ്? സ്റ്റോൺ കാർവിങ്സ്, സ്റ്റോൺ പെയിന്റ്, സ്റ്റോൺ അല്ല, കേവ് പെയിന്റിങ്സ് എന്ന് വെച്ചാൽ കേവുമ്മ വരച്ചിട്ടുള്ള ചിത്രങ്ങൾ. സ്റ്റോൺ കാർവിങ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലുമ്മ കൊത്തി അവരുണ്ടാക്കിയത്. ഓക്കെ, അപ്പൊ അതിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. സ്റ്റോൺ എങ്ങനെ കൊത്തിയെടുക്കുക? എന്തെങ്കിലും ഒരു നീഡിൽ പോലെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും അല്ലെ? അപ്പൊ അത് പറയാ സ്റ്റോൺ കാർവിങ്സ് വെർ മെയ്ഡ് യൂസിങ് സ്റ്റോൺ നീഡിൽസ്. അപ്പൊ അത് എഴുതി നമ്മള്. പിന്നെ പെയിന്റിങ്സ്, സീലിങ്സുമേയും അവർ വരച്ചിരുന്നു. കേവിന്റെ സീലിംഗ് ഇല്ലേ, അവിടെ അവരെന്ത് ചെയ്തിരുന്നു? പെയിന്റിങ്സ് ചെയ്തിരുന്നു. ഇത്രയുള്ള ഈ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞു. ഇനി ഇത്ര എഴുതിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ 5 മാർക്കിന്റെയോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എന്തും കൂടെ എഴുതണം. ഈ എക്സാമ്പിൾസും കൂടെ എഴുതി നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പാലിയോലിത്തിക് ഏജിന്റെ കുറച്ച് സവിശേഷതകൾ, നല്ല ഭംഗിയില്ലേ ഈ ചാർട്ട് കാണാൻ? യെസ്, നമ്മൾ അത് പഠിക്കാൻ പോവാണ്. ഫസ്റ്റ് പോയിന്റ് ഒന്ന് ഉറക്കെ വായിച്ചേ. എന്താണ് പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്? അവര് നമ്മൾ ഓൾറെഡി പഠിച്ച പോയിന്റാ. അവരെങ്ങനത്തെ സ്റ്റോൺ ടൂൾസ് ഉപയോഗിച്ചിരുന്നത്? യൂസ്ഡ് റഫ് സ്റ്റോൺ ടൂൾസ്. യെസ്, അവരെവിടെയാണ് ജീവിച്ചിരുന്നത്? ഗുഹകളിലാണ് ജീവിച്ചിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗുഹകളിലും തുറന്ന സ്ഥലങ്ങളിലും അവർ ജീവിച്ചിരുന്നു. ലീവ്ഡ് ഇൻ, ലീവ്ഡ്, ഇത് യൂസ്ഡ്, ലീവ്ഡ് ഇതൊക്കെ എന്താ? പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ? അതുകൊണ്ട് നമ്മൾ യൂസ്ഡ്,
ED വെച്ച് ചേർത്ത് പറയുന്നത് കേട്ടോ. ഓക്കെ, യൂസ്ഡ് റഫ് സ്റ്റോൺ ടൂൾസ്, റഫ് ആയിട്ടുള്ള പോളിഷ് ചെയ്യാത്ത സ്റ്റോൺ ടൂൾസ് ആണ് അവർ ഉപയോഗിച്ചിരുന്നത്. ലീവ്ഡ് ഇൻ കേവ്സ്, ഗുഹകളിലാണ് അവർ താമസിച്ചിരുന്നത്. പിന്നെ ഓപ്പൺ സ്പേസസും, തുറന്ന സ്ഥലങ്ങളിലും അവർ താമസിച്ചിരുന്നു. ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് വേർ ദ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെയാണ്, അവർക്ക് ജീവിക്കാൻ എന്തായിരുന്നു ഒരു മാർഗം? അവർ വേട്ടയാടും, അതുപോലെ തന്നെ അത് പറക്കിയൊക്കെയാണ്, വേട്ടയാടി ശേഖരിച്ചാണ് അവര് ജീവിച്ചിരുന്നത്. ബാൻഡ്സ് വെർ ദി ബേസിസ് ഓഫ് ദെയർ സൊസൈറ്റി, അവരുടെ ഒരു സൊസൈറ്റിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം എന്ന് പറയുന്നത് ബാൻഡുകളാണ്. ബാൻഡ് മ്യൂസിക് ബാൻഡ് അല്ല കേട്ടാ. ബാൻഡ് എന്താന്ന് അപ്പുറത്തെ ഒരു ബോക്സിൽ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് ബാൻഡ്? ബാൻഡ്സ് ആർ സ്മോൾ ഗ്രൂപ്പ്സ് ഓഫ് ഫ്യൂവർ ദാൻ 100 മെമ്പേഴ്സ്. 100-ൽ താഴെ മാത്രം വരുന്ന കുറച്ച് മനുഷ്യന്മാരുടെ കൂട്ടത്തിനെയാണ് ബാൻഡുകൾ എന്ന് പറയുന്നത്. ബാൻഡ് മെമ്പേഴ്സ് വെർ ബൗണ്ട് ബൈ ബ്ലഡ് റിലേഷൻ, നമ്മുടെ രക്തബന്ധം ഉള്ള 100-ൽ താഴെയുള്ള കുറച്ച് ആൾക്കാർ. അപ്പൊ ആരൊക്കെ വരും? നമ്മളും നമ്മുടെ വീട്ടുകാരും, നമ്മുടെ ഇപ്പോൾ അമ്മയുടെ വീട്ടുകാരും അപ്പൻ്റെ വീട്ടുകാരും, അങ്ങനെ ഒരു ബ്ലഡ് റിലേഷൻ ഉണ്ടായിരിക്കും ആ ബാൻഡിലുള്ള ആൾക്കാർക്ക്. അല്ലാണ്ട് മ്യൂസിക് ബാൻഡ്സ് അല്ല കേട്ടോ. ബാൻഡ് എന്ന് കേട്ടാ അപ്പൊ വിചാരിക്കരുത്. അപ്പൊ എന്താണ് ബാൻഡ്? പാലിയോലിത്തിക് ഏജിലെ സൊസൈറ്റിയുടെ ഏറ്റവും ചെറിയ അടിസ്ഥാന ഘടകമാണ് ബാൻഡ്. ക്ലിയർ? ബാൻഡ്, സോഷ്യലിലെ ബാൻഡ് ഇതാണ്. മെൻ വെർ എൻഗേജ്ഡ് ഇൻ ഹണ്ടിങ് ആൻഡ് വുമൻ ഇൻ ഗാദറിംഗ്. അപ്പൊ ഞാൻ പറഞ്ഞു അവരുടെ പ്രധാന ജീവിത മാർഗം എന്തായിരുന്നു? ഹണ്ടിങ്ങും ഗാദറിങ്ങും ആണല്ലേ. ഹണ്ടിങ്ങിന് ആര് പോവും? ആണുങ്ങൾ പോവും. അത് ശേഖരിക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങൾ പോവും. ഓക്കെ, മെൻ ഹണ്ടിങ്ങിന് പോവും, വുമൻ ശേഖരിക്കാൻ പോവും. അങ്ങനെയാണ് പറയുന്നത്. ഫുഡ് എന്ത് ചെയ്യും? അവർ സ്റ്റോർ ഒന്നും ചെയ്ത് വെക്കില്ല. ഫുഡ് വാസ് നോട്ട് സ്റ്റോർഡ്. ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കില്ല. സ്റ്റോർ ചെയ്ത് വെക്കുന്നല്ലാട്ട പറഞ്ഞേക്കണേ. ഫുഡ് അവര് സ്റ്റോർ ചെയ്ത് വെക്കില്ല. പിന്നെ അടുത്തൊരു ലാസ്റ്റത്തെ പോയിന്റ് എന്താണ്? അവരിങ്ങനെ നൊമാഡിക് ലൈഫാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു ജീവിതമായിരുന്നു. അല്ലാണ്ട് ഒരു സ്ഥലത്ത് സ്ഥിരതാമസം അല്ലായിരുന്നു അവര്. കുറച്ച് നാൾ ഇവിടെ, കുറച്ച് നാൾ അവിടെ, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ എത്ര പോയിന്റ് ഇപ്പൊ നമ്മൾ പഠിച്ചു? 7 പോയിന്റ് പ്രധാനപ്പെട്ടതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ബാൻഡ്സ് എന്താണെന്നും പഠിക്കണം. മീസോലിത്തിക് ഏജ് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ പോരെ. നമ്മളിപ്പോ ഇവിടം വരെ പറഞ്ഞു കഴിഞ്ഞേ. ഓക്കെ, ഞാൻ ഈ പോയിന്റ്സ് നിങ്ങളൊന്നുകൂടെ പഠിപ്പിച്ചു തരാം. വേഗം റഫ് ബുക്കിൽ എഴുതിക്കോ. പാലിയോലിത്തിക് ഏജ്. പാലിയോലിത്തിക് ഏജ് എന്ന് എഴുതിയിട്ട് ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഓൾറെഡി പഠിച്ച പോയിന്റ് ആണ്. ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് പാലിയോലിത്തിക് ഏജ് ഈസ്, എന്താണ് പഠിച്ചത് ഓർമ്മയില്ല? ഇതേ നമ്മൾ ഇവിടെ പഠിച്ചതാണ്. ഇതിൽ ഫസ്റ്റ് പോയിന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇത് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ടോ? The characteristic feature of Paleolithic age is the use of rough stone tools. അതിനെയാണ് ഇവിടെ വീണ്ടും പറയുന്നത്. അവരുടെ പ്രധാനപ്പെട്ട സവിശേഷത എന്താണ്? അവര് റഫ് ആയിട്ടുള്ള, പോളിഷ് ഒന്നും ചെയ്യാത്ത സ്റ്റോൺ ടൂളുകളാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ആ പോയിന്റ് പഠിച്ചു. Paleolithic ഏജിൽ യൂസ്ഡ് റഫ് സ്റ്റോൺ ടൂൾസ് പഠിച്ചു. രണ്ടാമത്തെ പോയിന്റ്, അവർ എവിടെയാണ് ജീവിച്ചിരുന്നത്? lived in caves and open spaces. ഓക്കെ, ഗുഹകളിലും തുറന്ന സ്ഥലങ്ങളിലുമാണ് താമസിച്ചിരുന്നത്. അപ്പൊ നമ്മൾ 2 പോയിന്റ് പഠിച്ചേ. ഏതൊക്കെ പോയിന്റ് പഠിച്ചു? യൂസ്ഡ് റഫ് സ്റ്റോൺ ടൂൾസ്, lived in caves and open space. ഒന്നുകൂടെ പറഞ്ഞേ. യൂസ്ഡ് റഫ് സ്റ്റോൺ ടൂൾസ്, lived in caves മാത്രമല്ലോ, അല്ല, ആൻഡ് ഓപ്പൺ സ്പേസസ്. യെസ്. അപ്പൊ നമ്മൾ 2 പോയിന്റ് പഠിച്ചേ. ഇനി മൂന്നാമത്തെ, അവർക്ക് ജീവിക്കണ്ടേ? അവരെങ്ങനെ ജീവിച്ചിരുന്നത്? അവര് ഹണ്ടിങ്ങിന് പോയിട്ടും ഗാദറിങ് എന്ന് വെച്ചാൽ ശേഖരിക്കണ്ടേ? പോയിട്ട് ഹണ്ട് ചെയ്താൽ മാത്രം മതിയോ? ഇല്ല. അപ്പൊ ഹണ്ടിങ് ആൻഡ് ഗാദറിങ് were the means of livelihood. ജീവിത മാർഗം എന്തായിരുന്നു? ഹണ്ടിങ്ങും, വേട്ടയാടി അത് ശേഖരിക്കും. ഹണ്ടിങ്
ആൻഡ് ഗ്യാതറിംഗ്. ക്ലിയർ? ഇനി അവരുടെ സൊസൈറ്റിയുടെ ഏറ്റവും ബേസിസ് യൂണിറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞേ? ബാൻഡ്. ബാൻഡ്സ് വെർ ദി ബേസിസ് യൂണിറ്റ് ഓഫ് സൊസൈറ്റി. എന്താണ് ബാൻഡ്? ബാൻഡ്സ് ആർ സ്മോൾ ഗ്രൂപ്പ്സ് ഓഫ് ഫ്യൂവർ ദാൻ 100 മെമ്പേഴ്സ്. 100 മെമ്പേഴ്സ് പോലും ഉണ്ടാവില്ല, അതിന് താഴെയുള്ള ഒരു കുഞ്ഞേ ഗ്രൂപ്പാണ് ബാൻഡ്. അതിലെന്താണ്? ബാൻഡ് മെമ്പേഴ്സ് വെർ ബൗണ്ട് ബൈ ബ്ലഡ് റിലേഷൻ. രക്തബന്ധം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെ കൂട്ടായിരിക്കും ബാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് 3-4 പോയിന്റ് കഴിഞ്ഞു. പഠിക്കാനായിട്ടാ കൂടെ? ഓക്കെ, 4 പോയിന്റ് പഠിച്ചില്ലേ? ഇപ്പോൾ ഈ പോയിന്റ് ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ? ഈ പോയിന്റ് ആണോ? എനിവേ പഠിച്ചിട്ട് പോയാൽ മതി, നിങ്ങളെ കൊണ്ട് പറ്റുന്നേ. അടുത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെൻ വേർ എൻഗേജ്ഡ് ഇൻ ഹണ്ടിങ്. ആണുങ്ങളാണ് വേട്ടയാടാൻ പോയിരുന്നത്. വുമൻസ് ഇൻ ഗാദറിംഗ്. വുമൻ ഇൻ ഗാദറിംഗ്. Men were engaged in hunting. Women in gathering. Okay. Food was not stored. Food എന്ത് ചെയ്യില്ല? സ്റ്റോർ ഒന്നും ചെയ്തു വെക്കില്ല. Food were not stored. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഞാൻ അങ്ങനെ കൈ വയ്ക്കുമ്പോൾ ഇവിടെ ഇച്ചിരി നേരടിക്കുന്നുണ്ട് അല്ലേ? കുഴപ്പമില്ല. നൊമാഡിക് ലൈഫ് പ്രിവെയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ലൈഫായിരുന്നു അവരുടെ. പ്രിവെയിൽഡ് എന്ന് വെച്ചാൽ നിലനിന്നിരുന്നത് അങ്ങനെയായിരുന്നു എന്ന് അവർക്ക്. അപ്പോൾ ഞാൻ ഇപ്പം നമ്മുടെ പാലിയോലിത്തിക് ഏജ് മൊത്തം തീർന്നു. നിങ്ങളിത് പഠിച്ചിട്ട് വരുമോ? അടുത്ത ക്ലാസ്സിലേക്ക് നന്നായി പഠിച്ചിട്ട് വരികയാണെങ്കിൽ ഞാൻ നന്നായി മീസോലിത്തിക് ഏജും പറഞ്ഞു തരാം. ഓക്കെ, ഇതെന്താണെന്ന് മനസ്സിലായില്ലേ? പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ പോയ സ്ഥലങ്ങളാണിതെല്ലാം. മാപ്പ് കൈപ്പിടിച്ചല്ലേ നമ്മൾ പോയത്, അപ്പം അതൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചതാണ്, വേറെ ഒന്നല്ല. അത് മാപ്പാണ് കേട്ടോ. ആ പാലിയോലിത്തിക് ഏജിലെ എവിഡൻസ് എല്ലാം, തെളിവുകളെല്ലാം കണ്ടുപിടിച്ച സ്ഥലങ്ങളാണ് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ മീസോലിത്തിക് ഏജ് മുഴുവനായിട്ട് പറഞ്ഞുതരും. അപ്പം നിങ്ങൾ കുറച്ചായി നന്നായി പഠിക്കണം. നന്നായി പഠിച്ചതിന് ശേഷം മാത്രം അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ വരുമ്പോൾ പെട്ടെന്ന് അറിയാനായിട്ട് പറ്റും. പിന്നെ ഞാൻ അതേപോലെ നിങ്ങൾക്ക് ബയോളജി ക്ലാസ്സസ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു മെസ്സേജ് അയക്കണമെന്ന്. ഞാൻ ഒന്നുകൂടെ നമ്പർ ഇവിടെ കൊടുക്കാം കേട്ടോ. നമ്മൾ ജൂലൈ 1 ഒക്കെ ആയിരിക്കും, ജൂലൈ ആദ്യത്തെ ആഴ്ചയൊക്കെ ആയിരിക്കും നമ്മൾ ക്ലാസ് തുടങ്ങുന്നത്. അപ്പം ബയോളജി നമ്മൾ ഡെയിലി 1 മണിക്കൂർ പഠിക്കും. ഓക്കെ, അപ്പം അതിനെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വായോ, നമുക്ക് ജോയിൻ ചെയ്യാം, പഠിക്കാം, ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് അത്ര വലിയ ഫീസൊന്നും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, 99 റുപ്പീസേ ഉള്ളൂ കേട്ടോ, 99 രൂപ. അപ്പം അതിലും ബുദ്ധിമുട്ടുണ്ടാവില്ല, വലിയ ഫീസൊന്നുമില്ല. നമ്മൾ ഡെയിലി 1 മണിക്കൂർ ക്ലാസ് എടുക്കും. അതിൽ എങ്ങനെ ക്ലാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 45 മിനിറ്റ്സ് ഞാൻ പറയും, 15 മിനിറ്റ് ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും, പിന്നെ നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ചോദിക്കാനുള്ള സമയമാണ് 15 മിനിറ്റ്സ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ ക്ലാസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എനിവേ, ഇപ്പോൾ പാലിയോലിത്തിക് ഏജ് പോയിരുന്ന് പഠിക്കുക, കുറേ പഠിക്കാനൊക്കെ ഉണ്ട്. ഇപ്പോഴേ മടി വിചാരിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ അവിടെ കിടക്കുവേ. ഹിസ്റ്ററി ഒരുപാട് പഠിക്കാനുണ്ട്, സോഷ്യൽ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പറയില്ല, പഠിക്കണം. സ്കൂളൊക്കെ തുറന്നിട്ടേ ഉള്ളൂ, നമുക്കിപ്പോൾ സമയമുണ്ട് പഠിക്കാൻ. ഓക്കെ, ക്ലിയർ? അപ്പോൾ പോയി പഠിച്ചോ. വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോ ചിലപ്പോൾ ഞാൻ നാളെ തന്നെ ഇടാം. ഓക്കെ, നാളെയോ മറ്റന്നെയോ. എനിവേ, മനസ്സിലായ, ഇഷ്ടപ്പെട്ട കമൻറ്റൊക്കെ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ വേഗം ഷെയർ ചെയ്ത് കൊടുക്കുക, സെറ്റാക്കാം. ഓക്കെ, ബൈ ബൈ. എൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല, എൻ്റെ പേര് ആൻലിൻ എന്നാണ് കേട്ടോ. ഞാനത് കഴിഞ്ഞ വീഡിയോയിലും ഒന്നും പറഞ്ഞില്ല. എനിവേ, ആൻലിൻ എന്നാണ് എൻ്റെ പേര്. നമ്മുടെ ചാനലിൻ്റെ പേര് അതായിട്ടാണ്. നിങ്ങൾക്ക് ചാനലിന് വേറെ നല്ല പേര് പറയാനുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ നിർത്തട്ടെ. ടാറ്റാ.